അപ്പോൾ ഈ 14 ലക്ഷം പിന്നെ ഈ ഇല്ലീഗലായിട്ടുള്ള ബാംഗ്ലാദേശികൾ ഇന്ത്യ വിടുന്നതോടുകൂടി നമ്മുടെ ഇക്കണോമിയിൽ വലിയ മാറ്റം ഉണ്ടാകും. കാര്യം നമ്മുടെ നാട്ടുകാർ തിന്നേണ്ട പിന്നെ പണമാണ് ഇവരിന്നുകൊണ്ട് പോകുന്നത്, ആഹാരവും റേഷൻ അടക്കമുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള SIR പ്രവൃത്തികൾക്കെതിരെ ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, ബംഗാളിൽ നിന്ന്. ഈ 3 മുഖ്യമന്ത്രിമാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. SIR എന്ന് പറയുന്നത് വലിയ അപരാധമാണ് എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നു, കേരളത്തിൽ 3.6 കോടി ജനങ്ങളാണുള്ളത്. പക്ഷേ 4 കോടിക്ക് മേലെ ആധാർ കാർഡ് ഇവിടെ ആളുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 50 ലക്ഷം, 1/2 കോടി ആളുകൾ എന്താണ് വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ വിലസുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞ കൂട്ടരൊക്കെ ഉണ്ടാവും, ബംഗ്ലാദേശികൾ കാണും, രോഹിംഗ്യൻസ് ഉണ്ടാവാം, പാകിസ്ഥാനികളുണ്ടാവും, പല സൈസ് ആളുകളുണ്ടാവും. അത് നമ്മുടെ SIR നടപടി പൂർത്തിയാവുന്നതോടുകൂടി അവരും പിടിക്കപ്പെടും. എന്നാൽ ബംഗാളിലുള്ളതുപോലെ തീവ്രം ഇവിടെയില്ല. ഇതേ അവസ്ഥ എവിടെയുണ്ട്? ത്രിപുര, ആസാമിലൊക്കെ അവർ നേരത്തെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് തമിഴ്നാട്ടിൽ ഈ SIR പ്രോസസ് നടക്കുന്നത്. അവിടെ സ്റ്റാലിനും പറയുന്നത് നിർത്തിവെക്കണമെന്നാണ്. സ്റ്റാലിനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ പിണറായി സർക്കാരാണെങ്കിൽ സുപ്രീം കോടതി മാതൃഭൂമിയെ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. SIR നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ മഹാസഖ്യത്തെ കൈവിട്ടു എന്നാണ്. കാരണം 10-ലധികം മണ്ഡലങ്ങളിലാണ് ഇത് കൃത്യമായി നടന്നത്. ഏറ്റവും അധികം ഈ ബംഗ്ലാദേശികളും മറ്റു നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി. അവിടങ്ങളിൽ 10 ഇടങ്ങളിൽ 2 ഇടങ്ങളിൽ മാത്രമാണ് മഹാസഖ്യത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ വോട്ട് ബേസാണ്. കാരണം വിവരമുള്ള ആളുകൾ, ഇന്ത്യയിലുള്ളവർ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഈ സംഘത്തിന് വോട്ട് ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.